ഗംഗാവലി പുഴയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRFന്റെ തിരച്ചിലാണ്. 1, 2, 3 ബോട്ടുകൾ പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഒന്ന് കരയോടടുപ്പിച്ച് തന്നെ ദേശീയപാതയിൽ നിന്ന് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ച ഭാഗത്ത് റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷേ കാര്യമായ പുരോഗതി ഈ ആദ്യ മണിക്കൂറിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. സിഗ്നലുകൾ ലഭ്യമാവുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഇടയ്ക്കിടെ ഇടവേളകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് അവർ തീരത്തോടടുപ്പിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. MLA പറഞ്ഞു, നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇന്ന് വളരെ വൈകി മാത്രമാണ് എത്തുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തിരച്ചിൽ ഇന്ന് ഗംഗാവലിയിൽ നടക്കാനും പോകുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം, നമ്മൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ മാത്രമാണ് പുഴയുടെ മറുകരയിലുള്ളത്. ഇവിടെ ആകാശ ദൃശ്യങ്ങളടക്കം നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. ഓരോ നേരവും എങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നതിന്റെ അപ്ഡേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി എന്തായാലും ഈ മേഖലയിൽ ഹെലിക്കാൻ പറത്തരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. കാരണം ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. ഈ ദുരന്ത മേഖലയിൽ ഇനി ഡ്രോൺ പറത്തിയാൽ അത് പിടിച്ചെടുക്കുമെന്നൊരു നിർദ്ദേശം നൽകുകയാണ്. കർവാര SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തേക്ക് വന്നത്. അവർ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ എഴുതിയെടുത്തിരിക്കുകയാണ്. ഇനി ഹെലിക്കാൻ പറത്തരുത്, അങ്ങനെ പറത്തിയാൽ ഇത് പിടിച്ചുകൊണ്ടുപോയി ലാസ്റ്റ് വാർണിംഗ് ആണ് എന്ന് പറയുകയാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുകയാണെന്നാണ് SI പറയുന്നത്. എന്തായാലും തിരച്ചിൽ നടക്കുന്നു എന്നത് തന്നെയാണ്. പുഴയിൽ മണ്ണ് വീണ് വലിയ രീതിയിൽ തിട്ട രൂപപ്പെട്ട സ്ഥലം, പുഴയോട് റോഡിനോട് ചേർന്ന് മണ്ണ് കൂടി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തൊക്കെ തിരച്ചിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു റഡാർ ഉപയോഗിച്ചാണ് ഓരം ചേർന്ന് നടക്കുമ്പോൾ ചെറിയ ഭയം തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ നിന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കാതെ നടക്കണ്ട, കുറച്ച് ദൂരേക്ക് മാറി നടന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കിട്ടിയിട്ടില്ല. ഇനി ആ പറഞ്ഞതുപോലെ ആ യന്ത്ര സംവിധാനങ്ങളൊക്കെ എത്തിയുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഈ വെള്ളം വന്ന് ഭിത്തിയിൽ ചെറിയ വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ മറ്റു അപകട സാധ്യതകളില്ല. നമ്മുടെ എല്ലാ സുരക്ഷ ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും. ഏതായാലും തൊട്ടു പിന്നിലായി നമുക്കൊപ്പം തന്നെ പോലീസുകാരെ കാണിക്കാൻ കഴിയുന്നു എന്നതാണ് രസകരമായൊരു കാര്യമാണ്. ഒരു സുരക്ഷയുടെ ഭാഗമായി ഇവിടെ വന്ന് ഓരോരോ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇനി ഹെലിക്കാൻ പറത്തരുത് എന്നതാണ്. അല്പസമയം മുമ്പാണ് വന്നത്. നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘത്തിന്റെ പേര് വിവരങ്ങൾ, മൊബൈൽ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഹെലിക്കാൻ പറത്തിയാൽ അത് പിടിച്ചുകൊണ്ടുപോകുന്ന തന്നെ കർശന നിർദ്ദേശമാണ് അവർ നൽകിയിട്ടുള്ളത്. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ മറുകരയിൽ കണ്ടതാണ്. ഏത് വിധത്തിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന്. ആരെയും കടത്തിവിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളെ പോലും നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. അത് ഇനിയും അപകടം സംഭവിക്കാനും സാധ്യതയുള്ള പ്രദേശമാണ് എന്നൊരു കാര്യം നിരത്തിക്കൊണ്ടാണ് ആ വിധത്തിൽ മറുകരയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഏതായാലും ഇന്നിപ്പോൾ ഗംഗാവലി പുഴയുടെ മറുകരയിൽ ഉറുവര എന്ന സ്ഥലത്തേക്ക് കൂടി പോലീസ് വന്നിട്ടുണ്ട്. കർശന നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ തിരച്ചിലിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകണം എന്ന് തന്നെയാണ്. 3 ബോട്ടുകൾ ഇതിനകം തന്നെ ഗംഗാവലിയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.